August 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് വെച്ചിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വർഷം തോറും ഒരു സ്പെഷ്യൽ ഓഫർ സെയിൽ വരാറുണ്ട്. ഇത്തവണ അതുണ്ട് ആമസോണിൽ ദ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ. ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പേര് മാറിയിട്ടുണ്ട്, ഫ്ലാഗ്ഷിപ്പ് സെയിൽ. എന്തായാലും ഓൾറെഡി ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൽ സ്മാർട്ട് ഫോണുകളുടെ റേറ്റുകൾ അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകും കഴിഞ്ഞ നമ്മുടെ പ്രൈം ഡേയിൽ ഉണ്ടായിരുന്ന റേറ്റ് ഉണ്ടല്ലോ, അതും വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് ഇപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ആയിട്ട്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മനസ്സിലാകും, അതായത് ഈ ഓഫർ സെയിലിൽ നമ്മൾ ഇതൊക്കെ മേടിക്കണോ, ഇനി അതല്ല ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരെ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത്. ഉറപ്പായിട്ടും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഏതൊരു പ്രോഡക്റ്റിനും വളരെ ലാഭകരമായിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ്, ആമസോണിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. സോ ആദ്യം തന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ആവശ്യമില്ലാണ്ട് ഈ ഒരു ചാടിക്കേറി ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ പോകരുത്. എന്നാൽ അത്യാവശ്യമാണ്, പക്ഷെ പ്രൈം ഡേനെക്കാളും ഒക്കെ ലാഭത്തിന് ഇപ്പോൾ കിട്ടി, ആ ഒരു കാരണത്താൽ വേണമെങ്കിൽ മാത്രം മേടിക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ റിവീൽ ചെയ്തേക്കുന്നത് വെച്ചാൽ, iPhone 13 47,990 ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്, 47,990. ഞാനിവിടെ പറയുന്ന എല്ലാം തന്നെ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആണ്. അതായത് SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്ന പരിപാടികളാണ്. പിന്നെ ഇവരുടെ ആ ഒരു ആമസോൺ ICICI കാർഡ് ഉണ്ടല്ലോ, അതിന് എത്ര ശതമാനമാണ് എന്നുള്ളത് നമുക്കത് ഓഫറുകൾ വന്നാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്യാഷ് ബാക്ക് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. പക്ഷേ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്കിവിടെ SBI ക്രെഡിറ്റ് കാർഡിന് മാത്രമാണ് ലഭ്യമാകുന്നത്. സാംസങ്ങിലേക്ക് ആണെങ്കിൽ S21 FE അതിന് അത്യാവശ്യം ചെറിയ രീതിക്ക് നല്ല ഒരു ഓഫർ ഉണ്ട്. കാരണം 29,990 നോർമൽ റേറ്റ്, എന്നാൽ കഴിഞ്ഞ പ്രൈം ഡേയിൽ അത് 27,990 ആയിരുന്നു. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ 24,990 കിട്ടും. ആരോ എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25 to 27 അകത്ത് ഉറപ്പായിട്ടും ഇത് കിട്ടുന്നുള്ളത്. അങ്ങനെ തന്നെ വന്നു. എന്തായാലും 25,000 രൂപയ്ക്ക് നമുക്കൊരു S21 FE മേടിക്കാം. പക്ഷേ S21 FE എന്ന് പറഞ്ഞാൽ കുറേ നാളായി ഇറങ്ങിയിട്ട്, കൂടാതെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ട്, അതേപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ ഒരു ഫോൺ തന്നെ വേണം, അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഒക്കെ വേണമെങ്കിൽ മാത്രം ഇത് എടുക്കാനേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ അധികം ഓപ്ഷൻസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ S24ലേക്ക് വരുവാണെങ്കിൽ ഇത് ഒരു കോമഡിയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ആദ്യം പറഞ്ഞത് 66,990 ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറിൽ വരുമെന്ന്. അന്നും പക്ഷേ നോർമൽ റേറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 56,990 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തവണ എഴുതിയിരിക്കുന്നത് അത് 74,990 ആണ്. അതായത് കഴിഞ്ഞ പ്രൈം ഡേയിൽ 66,990 ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 75,000 കൊടുക്കണം. പക്ഷേ ഇപ്പോൾ അതിന്റെ വില എത്രയാണെന്ന് അറിയാവോ? 56,990. അതായത് സാംസങ് S24 നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓഫർ വരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് മേടിക്കുക. കാരണം ഓഫർ സമയത്ത് ഇതിനേക്കാളും നോർമൽ റേറ്റിനേക്കാളും കാശ് കൂടുതലാണ്. അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് അറിയത്തില്ല. മേ ബി ഓഫർ സമയം എന്ന് കേൾക്കുമ്പോൾ നോർമലി നമ്മൾ എല്ലാവരും ചാടിക്കറി മേടിക്കുമല്ലോ. പൊതുവെ ഓഫറിനെ കുറിച്ച് നോക്കാത്തവർ പോലും പോയി മേടിക്കും. S24 എന്ന് പറഞ്ഞാൽ 79,990 ആണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ്, MRP. പക്ഷേ നമുക്ക് ഈ നമ്മുടെ ഫ്രീഡം ഫെസ്റ്റിവൽ നോക്കുമ്പോഴത്തേക്കും 74,990 നോക്കുമ്പോൾ 5,000 രൂപ കുറവ് ചാടിക്കറിയങ്ങ് വാങ്ങിക്കും. എന്നാൽ അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 56,990 ആണ് പൊതുവെ. പക്ഷെ അത് സാധാരണ ആൾക്കാർക്ക് അറിയത്തില്ല. ഇതൊരു പറ്റിപ്പീഴാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കൂടാതെ S24 അൾട്രയിലേക്ക് വരണമെങ്കിൽ 1,29,990 നോർമൽ റേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം 1,23,990 വന്നിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ. അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ M35 കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ ഒരു പ്രൈം ഡേയിൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലെത്തിയ പ്രോഡക്റ്റ് ആണ്. 15,990 രൂപയ്ക്കായിരുന്നു നമുക്ക് അന്ന് മേടിക്കാൻ പറ്റിയ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ. എന്നാൽ അതിന്റെ നോർമൽ റേറ്റ് 19,990 ആണ്. ഇത്തവണ പക്ഷേ അതിന്റെ റേറ്റ് കൊടുത്തിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് 999. അതായത് അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പൂരിപ്പിക്കാം. 15,990 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഒന്നെങ്കിൽ അതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 16,990 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും അതിൽ കുറേ ഒരു 15,000 രൂപയ്ക്ക് കിട്ടാൻ എനിക്ക് ചാൻസ് കുറവെന്നാണ് തോന്നുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ കൊള്ളാം, അത്ര തന്നെ. ഇനി S23 അൾട്രയിലേക്ക് വരണമെങ്കിൽ 74,990 കഴിഞ്ഞ പ്രാവശ്യം ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ വന്നു. 79,990 ഓഫർ. ഇപ്പോൾ നോർമൽ റേറ്റ് 84,990 കാണാം. ഇതും എനിക്ക് തോന്നുന്നു 74,990 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ റിയൽമിയിലേക്ക് വരണമെങ്കിൽ നാർസോ 70 Pro ഒരു 20,000 രൂപയ്ക്കുള്ളിൽ ബെറ്റർ ഓപ്ഷനാണ്. 19,990, 18,990 നോർമൽ റേറ്റിൽ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ കഴിഞ്ഞ പ്രൈം ഡേയിൽ 15,249 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അത് 16,249, ഒരു 1,000 രൂപ കൂടെ കൂടിയിട്ടുണ്ട്. ഈവൻ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറാണ് ഞാൻ പറയുന്നത്. 15,000 രൂപയ്ക്ക് ബെറ്റർ ഓപ്ഷനാണ് ആക്ച്വലി റിയൽമി നാർസോ 70 Pro എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അണ്ടർ 30,000, അണ്ടർ 25,000, 20,000, 15,000, 10,000 ഈ കാറ്റഗറിയിൽ തന്നെ ഏതൊക്കെ ഫോൺ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന ഒരു വീഡിയോ ഒട്ടനെ തന്നെ ഉണ്ടാവും. സോ ആ ഒരു വീഡിയോയ്ക്കൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മുടെ iQOO Neo 9 Proയിലേക്ക്
ഓഫറിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ 29,999 ആണ് ആ ഒരു ലാൻഡിംഗ് പേജിൽ പോലും വന്നത്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് 30,999 ആയിട്ടുണ്ടായിരുന്നു. അതായത് 31,000 ആയിട്ടുണ്ടായിരുന്നു. നോർമൽ റേറ്റ് 36,999 ആണ്. ഇത്തവണ എന്തായാലും നമുക്കത് 31,999 കിട്ടുന്നത്. അതായത് വീണ്ടും ഒരു 1000 രൂപ കൂടി കൂടിയിട്ടുണ്ട്. iQ Neo 9 Pro എന്ന് പറയുമ്പോഴത്തേക്ക് 30,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആണ്. ഇനി 32,000 രൂപയ്ക്കും കുഴപ്പമില്ല. പക്ഷേ iQ Neo 9 Pro മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ദയവ് ഇതൊന്ന് വെയിറ്റ് ചെയ്യൂ, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരെ. അതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ വൺ പ്ലസിലേക്ക് വരുവാണെങ്കിൽ നോട്ട് CE 4 ലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം 17,999 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. 16,999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. പിന്നെ വൺ പ്ലസ് 12R അത് ഭയങ്കര കോമഡിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും 39,999 തന്നെയാണ്, ഇപ്പോഴും അതിന്റെ വില 39,999 രൂപ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വൺ പ്ലസ് ബഡ്സ് 3 ഉണ്ടല്ലോ, 5,499 പ്രോഡക്റ്റ്, അത് ഇൻക്ലൂഡിംഗ് ആയിരുന്നു. അതായത് ഫ്രീ ആയിട്ട് അത്രയും വിലയുള്ളൊരു ഇയർബഡ് കിട്ടുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സംഭവമില്ല. ഫോൺ മാത്രമാണ് 39,999 രൂപയ്ക്ക് ലഭ്യമാകുന്നത്. നമുക്ക് വൺ പ്ലസിന്റെ ബഡ്സ് 3 മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഓഫർ ഉണ്ട് 4,499. എന്തായാലും 4,500 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കിട്ടത്തുള്ളൂ. പക്ഷേ മറ്റതൊരു അടിപൊളി ഡീലായിരുന്നു. 40,000 രൂപയ്ക്ക് ഉറപ്പായിട്ടും വൺ പ്ലസ് 12R നമുക്ക് ഇൻക്ലൂഡിംഗ് ബഡ്സ് വർത്തായിരുന്നു. ഇനി അടുത്തത് വൺ പ്ലസ് നോട്ട് 4 പുതിയ പ്രോഡക്റ്റ് ആണ്. 32,998 രൂപയാണ് നോർമൽ റേറ്റ്. പുതിയ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. എന്തായാലും 27,999 നമുക്ക് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ കിട്ടുന്നതാണ്. ഈ സെയിം പ്രൈസ് തന്നെയായിരുന്നു നമ്മുടെ ലോഞ്ചിങ് ടൈമിൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ നമുക്ക് കാണാൻ സാധിച്ചത്. ഉറപ്പായിട്ടും 30,000 രൂപയ്ക്ക് വൺ പ്ലസിന്റെ ഒരു മൊബൈലാണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു ഡീൽ തന്നെയാണ്. പ്രത്യേകിച്ച് 28,000 രൂപയ്ക്ക് ഒരു വൺ പ്ലസ് നോട്ട് 4 കിട്ടും എന്നുള്ളത്. കൂടാതെ നമ്മുടെ റിയൽമി 13 Pro Plus ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ആ ഒരു ഓഫർ എത്ര രൂപയാണെന്നുള്ളത് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ആ ഒരു പ്രോഡക്റ്റ് വരുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ഉടനെ തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ലൈവ് ആവും. സോ അതിനുശേഷം രാവിലെ തന്നെ ആ വീഡിയോകളും കൂടാതെ ബെസ്റ്റ് ഫോൺ ഏതെന്നൊക്കെ ഉള്ള വീഡിയോകളും അടുത്ത് തന്നെ കാണും. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇയർബഡ്സ് ഉറപ്പായിട്ടും നിങ്ങൾ കാണുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോയിലൂടെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഒക്കെ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഫോൺ റേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ വാങ്ങിച്ച വത് ബൈങ് ആകോ ഇല്ലെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.